ആര്യ ദേശീയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി പങ്കെടുത്ത നേമം മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിനാണ് ആദ്യമെത്തിയത്. പക്ഷേ കാഴ്ചക്കാരിയുടെ റോൾ മാത്രമാണ് മുൻ മേയർക്കുണ്ടായിരുന്നത്. എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പറഞ്ഞാക്കി. ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. നിനക്കിന്തു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. നീ രാജിവെക്കണ്ട, അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചിട്ട് നിങ്ങൾ കാണില്ല, സംസാരിക്കില്ല, ഒന്നിനു വരില്ല. ഞാൻ മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. എം.എ. ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. മടുക്കാതെ മുൻ മേയർ അവിടെ തന്നെ നിന്നു. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നേമം പ്രകടന പത്രിക പുറത്തിറക്കി. അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻ മേയർ എം.എ. ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.